ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വീണ്ടും പുതിയ ഒരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഞാനാണ് കൂൾ മമാറ്റ്. അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞു കുട്ടനാട് എത്തി. ഇനി നമ്മളുടെ ഫസ്റ്റ് പരിപാടി ഷാപ്പിൽ പോകുന്നു. മഴ വന്ന് ചേട്ടൻ റൊമാൻറ്റിക് ആയതുകൊണ്ട് തന്നെ ബാക്ക് സീറ്റിൽ ഒതുങ്ങി. അങ്ങനെ നമ്മൾ ഡ്രൈവർ തൗഫിക് ബീഡിയാണ് ഗൈസ്. വണ്ടി കൊണ്ടുവന്ന് ഒതുക്കുന്നതിന് മുമ്പേ മാഷിത ചാടി ഇറങ്ങി. ഷാപ്പിലെ ഫുഡ് തിന്നാൻ നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചാടി ഇറങ്ങിയത്. എനിക്ക് തോന്നുന്നത് ഇത് വയറല്ല, ഇതേതോ അജ്മീർ ചെമ്പങ്ങാണ്ട്. ഇതാണെങ്കിൽ നിറയുന്നില്ല, എത്ര കൊടുത്തിട്ടും നിറയുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ മാഷി വലത്തെ കാലെടുത്ത് വള്ളത്തിൽ വെച്ചു. വള്ളം ഒന്ന് കുലുങ്ങി. ആ പാദങ്ങളുടെ വലിപ്പം ചെറുതായിരുന്നെങ്കിലും ആക്രാന്തത്തിന്റെ വലിപ്പം വളരെ വലുതായിരുന്നു. ഇവന്മാർ രണ്ടുമാണ് നമ്മളുടെ ഈ വള്ളം ഓട്ടിക്കുന്നത്. ചെറുവിയിരിക്കുന്ന കണ്ണുമായിട്ട് എന്റെ കൂട്ടുകാരൻ തൗഫിക് ബീഡി. ആ കണ്ണെങ്ങനെയാണ് ചെറുവിയതെന്ന് ഞങ്ങൾ മാറി മാറി ചോദിച്ചിട്ടും അവൻ ആ സത്യം വെളിപ്പെടുത്തിയില്ല. അല്ലെങ്കിലും സ്വന്തം ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന ഒരു സത്യങ്ങളും ഒരു മനുഷ്യരും ആരടുത്തും ഷെയർ ചെയ്യാറില്ല. എത്ര വലിയ സ്റ്റാൻഡേർഡ് ഉള്ള മനുഷ്യനാണെന്ന് പറഞ്ഞാലും എല്ലാത്തിന്റെ മനസ്സിൽ ഒരു ചെറിയ കറുപ്പെങ്കിലും കാണും. അതുകൊണ്ട് നമ്മളത് പോട്ടെന്ന് വെച്ച്. പിന്നെ ഞാനൊന്ന് KGF റോക്കി ബായി ആവാൻ ശ്രമിച്ചു. KGF റോക്കി ബായി ആവാനാണ് ഞാൻ ശ്രമിച്ചതെങ്കിലും പഞ്ചാബി ഹൗസിലെ രമണനായി. അല്ലെങ്കിലും കാക്ക എത്ര കുളിച്ചാലും കൊക്കാവത്തില്ല. ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നണത്. അതുകൊണ്ട് എനിക്ക് ഹിന്ദി അറിയാനും പാടില്ല. അതാണ് കാണാന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. ഇനി ഷാപ്പിലോട്ട് തിന്നാൻ പോകുകയാണെന്നും ഷാപ്പിൽ ചെന്നാൽ മാഷിത നല്ല രീതിയിൽ അറിയുമെന്നും അറിയാവുന്നതുകൊണ്ട് തന്നെ തൗഫിക് ബീഡി വിഷമത്തിലായിരുന്നു. താൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശി മൊത്തം കൂട്ടുകാരിയായ മാഷിത കൊണ്ടുപോയി തിന്നാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ തൗഫിക് ബീഡിയെ ഞാനൊന്ന് സമാധാനിപ്പിച്ചു. എന്നിട്ടൊന്നും അറിയാത്തൊരു സാധു സ്ത്രീയെ പോലെ അദ്ദേഹത്തിലിരിക്കുന്ന എന്റെ ചേട്ടത്തി. ഈ കായലിക്കൂടുള്ള ബോട്ട് യാത്രയിൽ കെട്ടിയനുമായി ഡാൻസ് കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ആ ആഗ്രഹത്തിനോട് കെട്ടിയനായ ആഷിക്കിന് ഒരു താല്പര്യമില്ലായിരുന്നു. അതിന്റെ വിഷമത്തിലാണ് എന്റെ ചേട്ടത്തി ഈ കാലി ചൊറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ആഗ്രഹം ഞാൻ അങ്ങ് സാധിച്ചു കൊടുത്തു. लगता न हो जाए यारी सोने रंग दे रांझिया पूछ ले तू चांद से गिनती हो. എന്റെ ചേട്ടനും അൺറൊമാൻറ്റിക് തെണ്ടിയുമായ ഈ ആഷിഖ് ഊനെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. കാരണം മാഷിത ഡാൻസ് കളിച്ചപ്പോൾ കറങ്ങി വന്നെന്നെ തട്ടിയപ്പോഴാണ് മനസ്സിലായ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അതൊന്നും താങ്ങാനുള്ള കപ്പാസിറ്റി അമ്മണ്ടനായ ചേട്ടനില്ല. ഞാൻ തന്നെ കഷ്ടപ്പെട്ടാ പിടിച്ചിരുന്നത്. അങ്ങനെ നമ്മൾ കുട്ടനാടിലെ ഫസ്റ്റ് ലക്ഷ്യത്തിലോട്ട് നടന്നു. ഷാപ്പിലെ ഫുഡായിരുന്നു നമ്മളുടെ ഫസ്റ്റ് ലക്ഷ്യം. ഈ എഴുതി വെച്ചിരിക്കുന്ന വാചകം കുടിയന്മാർക്ക് മാത്രം. അങ്ങനെ ഷാപ്പിനെ പറ്റി ABCD അറിഞ്ഞൂടാത്തോണ്ട് തന്നെ നമ്മൾ 2-3 മീനും ഒരു കക്കയും പിന്നൊരു ബീഫൊക്കെ ഓർഡർ ചെയ്തു. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഷാപ്പിനെ പറ്റി നമുക്ക് അറിയത്തില്ല. നമ്മളത് അങ്ങനത്തെ ആൾക്കാരല്ല നമ്മൾ. അങ്ങനെ ഫുഡ് വന്ന ഉടനെ എല്ലാത്തിനും ഫസ്റ്റ് തന്നെ മാഷിത ടേസ്റ്റ് ചെയ്യും. ഇല്ലെങ്കിൽ പുള്ളിക്കാരി പിണങ്ങും. എന്തെങ്കിലും ഇച്ചിരി മതി പിണങ്ങാൻ. അങ്ങനെ എല്ലാ ഫുഡിന്നും നല്ല രീതിയിലൊന്ന് തട്ടി. അങ്ങനെ 85.5 വെയിറ്റ് ഉള്ള എന്റെ ചേട്ടത്തി 90.6 ആയി. അങ്ങനെ എല്ലാ ഐറ്റംസിലും ഒന്ന് കൈവച്ചതേ ഓർമ്മയുള്ളൂ. മൊത്തം ഒതുക്കി. ഇതായപ്പോ മീമുള്ളു മാത്രമേ ഉള്ളൂ. അങ്ങനെ ഫുഡ് കഴിച്ച് മാഷിത വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചാൽ എല്ലാവർക്കും സമാധാനമാണ്. കാരണം എന്താ, വയറ് നിറഞ്ഞു. അങ്ങനെ അടുത്ത വിശപ്പ് ആ വയറ്റിൽ ജനിക്കുന്നതിന് മുമ്പേ ഞങ്ങൾ ഷാപ്പ് വിട്ടു. അടുത്ത സ്പോട്ടാണ് ആമ്പൽത്തോട്ടം. ആമ്പൽത്തോട്ടത്തിന്റെ വിശേഷവുമായി കൂൾ മമാറ്റ് വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പൊ എല്ലാരും ഒന്ന് ഫോളോ ചെയ്യണേ.